ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് 24,744 എന്ന ലെവലാണ്. ഇന്നലത്തെ ക്ലോസിങ് 24,683 ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഉണ്ടായത്. പിന്നീട് അതിൻ്റെ ഹൈ 24,946 വരെ എത്തുകയുണ്ടായി. നമുക്കറിയാം 25,000 എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ ലെവലിനെ ടച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നിഫ്റ്റി ഇന്ന് യഥാർത്ഥത്തിൽ നടത്തിയിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് വലിയ തോതിലുള്ള സെല്ലിംഗ് ആണ്. നിഫ്റ്റിയുടെ ലോ ഇന്ന് ക്രിയേറ്റ് ചെയ്തത് 655 അത് ഇന്നലത്തെ ആ ഒരു ക്ലോസിങ്ങിൻ്റെ അടുത്ത് വരെ എത്തി എന്നിട്ട് തിരിച്ച് കയറിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒടുവിൽ ക്ലോസ് ചെയ്തത് 24,800 മുകളിൽ എന്നുള്ള ആ ഒരു കുറച്ചുകൂടി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലെവലിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റോളർ കോസ്റ്റർ റൈഡ് ഈ നിഫ്റ്റിയിൽ നടക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ്സ് സ്പ്ലിറ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു കൂട്ടർ ബൈ ഓൺ ഡിപ്പ് എന്നുള്ള അടിസ്ഥാനത്തിൽ വാങ്ങുകയും മറ്റൊരു കൂട്ടർ ഓരോ ഹൈ ക്രിയേറ്റ് ചെയ്യുകയും വിൽക്കുകയും ചെയ്യുന്ന സെൽ ഓൺ റൈസ് ഒരു മാർക്കറ്റാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 5 ദിവസങ്ങളിലെ മാർക്കറ്റിൻ്റെ ആ ഒരു മൂഡ് ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 ട്രേഡിംഗ് സെഷനിൽ അത് എക്സ്ട്രീം ഗ്രീഡിലേക്ക് പോയിരുന്നു. ഇപ്പോൾ അത് ഗ്രീഡി സോണിലേക്ക് മാത്രമായിട്ട് അത് ചുരുങ്ങിയിരിക്കുകയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഭ്രാന്തമായ ഒരു ബൈങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആവേശം മാർക്കറ്റിലില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മാർക്കറ്റിൽ ഇത്തരത്തിൽ ബൈ ഓൺ ഡിപ്പിൽ ആളുകൾ വാങ്ങുകയും അതേപോലെ തന്നെ സെൽ ഓൺ റൈസിൽ വിൽക്കുകയും ചെയ്തതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഡിഫൻസ് അതുപോലെ PSU സ്റ്റോക്കുകളിലാണ്. ഇപ്പോൾ ഡിഫൻസ് സെഗ്മെന്റിൽ കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷനിൽ താഴോട്ടേക്ക് നല്ല തോതിൽ വീണ ഇൻഡെക്സ് ആയിരുന്നു. പിന്നീട് അത് ഇപ്പോൾ ഇന്ന് 3% അപ്സൈഡ് മൂവ് നടത്തി. ഇന്ന് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കിയത് ഡിഫൻസും PSU കമ്പനികളുടെ ഇൻഡെക്സിലുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ സെക്ടർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ ഡ്യൂറബിൾസിൻ്റെ സെക്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സെക്ടറുകളും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് കാണാം. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഹെവി സെല്ലിങ്ങിൽ ഈ സെക്ടറുകളൊക്കെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തതാണ്. അപ്പോൾ ഹയർ ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇൻവെസ്റ്റേഴ്സ് കാണിക്കുന്നുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 25,000 എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള കാര്യമാണ്. അതിനി ബ്രേക്ക് ചെയ്താൽ തന്നെ അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് അതിലേറെ ദുഷ്കരമായൊരു കാര്യമായിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിലെ ഇപ്പോഴത്തെ ഒരു വീക്ക്നെസ്സിന് കാരണമായിട്ടുള്ളത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയ ഹെവി സെല്ലിംഗ് ആയിരുന്നു. 10,000 കോടിയുടെ ഒരു സെല്ലിംഗ് ആണ് ഇന്നലെ അവർ നടത്തിയത്. പെട്ടെന്നുള്ള ഈ ഒരു FI ആക്ടിവിറ്റീസിലുണ്ടായിട്ടുള്ള ഈ ഒരു സഡൻ റിവേഴ്സൽ അത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെ വലിയ തോതിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇത് കൂടാതെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വീക്കായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് ആണ് നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജപ്പാന്റെ നിക്കി 225 അതിപ്പോൾ ട്രേഡ് ചെയ്യുന്നത് റെഡിലാണ്. അതുപോലെ തന്നെ US ഫ്യൂച്ചർ മാർക്കറ്റുകളൊക്കെ നെഗറ്റീവിൽ ട്രേഡ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ ഗോൾഡ് പ്രൈസ് അത് ഇതിനു മുമ്പേ നടന്നതുപോലെയുള്ള മറ്റൊരു ഷൂട്ടപ്പിലേക്ക് പോകുന്നതായിട്ടാണ് ഇന്നത്തെ ഗോൾഡ് പ്രൈസിൻ്റെ അല്ലെ കഴിഞ്ഞ 2 ദിവസങ്ങളിലെ ഗോൾഡ് ഫ്യൂച്ചേഴ്സിൻ്റെ ഒക്കെ അപ്സൈഡ് മൂവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ US മാർക്കറ്റിൻ്റെ വീക്ക്നെസ് എപ്പോഴൊക്കെ ഉണ്ടാകുന്നുണ്ടോ, ഡോളർ എപ്പോഴൊക്കെ വീക്കാവുന്നുണ്ടോ, അതുപോലെ ബോണ്ട് ഈൽഡുമായിട്ട് ബന്ധപ്പെട്ട് അത് വീക്കാവുമ്പോൾ ഒക്കെ ഇവിടെ ശക്തമായിട്ടുള്ള ഗോൾഡ് പ്രൈസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണിപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഇതിനെയൊക്കെ കൂടുതൽ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ ജോഗ്രഫിക്കലായിട്ടുള്ള ചില ടെൻഷൻസും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിലൊന്ന് ഇറാൻ-ഇസ്രായേൽ തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങളാണ്. അവിടെ ഇസ്രായേൽ ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിക്കുമെന്നുള്ള ഒരു വാർത്തകളൊക്കെ നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ പറ്റും. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എഫക്റ്റ് ക്രൂഡ് ഓയിൽ പ്രൈസിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് അത് 60 മുകളിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. WTI ക്രൂഡ് 62 എന്ന ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ ബ്രണ്ട് ക്രൂഡ് 66 എന്ന ലെവലിലേക്ക് ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ ആ ജോഗ്രഫിക്കൽ ടെൻഷൻസ് വർദ്ധിക്കും തോറും ചിലപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യതയും ഇവിടെ ഉണ്ട്. ഇത് കൂടാതെയാണ് നമ്മളെ റൂപ്പിയിലുള്ള വീക്ക്നെസ് അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും 85.67 എന്ന ലെവലിലാണ് നമുക്ക് റൂപ്പിയുടെ ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള വാല്യൂ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ചെറിയ തോതിലെങ്കിലും മാർക്കറ്റിൽ സെല് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്. ഏതായാലും നിഫ്റ്റി ഇപ്പോൾ 24,600 ലെവൽ മുതൽ 24,800 എന്നുള്ള ആ ഒരു റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇനി ഗ്ലോബൽ ക്യൂസ് കൂടുതൽ വീക്കാവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ലെവലിൽ നിന്ന് കൂടുതൽ താഴോട്ടേക്ക് പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. നമുക്ക് നിഫ്റ്റിയിലെ ടോപ്പ് 500 സ്റ്റോക്കുകളിൽ ഈ ഗോൾഡൻ ക്രോസ് ഓവർ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ചില സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 200-ഡേ മൂവിങ് ആവറേജിനെ 50-ഡേ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് കയറുമ്പോൾ
ഒരു ലോങ്ങർ പീരീഡുള്ള മൂവിങ് ആവറേജിൽ ഒരു ഷോർട്ടർ പീരീഡുള്ള മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് കയറുന്നതിനെയാണ് നമ്മൾ ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറയുക. അത് 200-ഡേയും 50-ഡേ മൂവിങ് ആവറേജും വെച്ചുകൊണ്ടുള്ള ഗോൾഡൻ ക്രോസ് ഓവർ കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗോൾഡൻ ക്രോസ് ഓവറാണ്. അത്തരം ക്രോസ് ഓവറിൻ്റെ സിഗ്നൽ തീർച്ചയായിട്ടും ആ സ്റ്റോക്കിൽ ആ ഒരു പ്രൈസ് മൂവ് ഉണ്ടാവും എന്നുള്ള ഒരു സ്പെക്കുലേഷനാണ് പൊതുവെ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നവർ പറയാറുള്ളത്. അപ്പോൾ ആ സ്റ്റോക്ക് നിലവിലുള്ള പ്രൈസിൽ നിന്നും കൂടുതൽ ഗ്രോ ചെയ്യും എന്നുള്ള ഒരു അനുമാനമാണ് അവിടെ ഇത്തരം ഗോൾഡൻ ക്രോസ് ഓവറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ പ്രേരിപ്പിക്കുന്നത്. അത്തരത്തിൽ ഗോൾഡൻ ക്രോസ് ഓവർ എന്ന ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ടാറ്റ സ്റ്റീലാണ്. കഴിഞ്ഞ 16-ാം തീയതി അതിൻ്റെ പ്രൈസ് 146 എന്ന ലെവലിലെത്തിയപ്പോൾ ആ ഗോൾഡൻ ക്രോസ് ഓവർ നടന്നിട്ടുണ്ട്. അത് 22.88 മില്യൺ ഷെയർസിൻ്റെ ഒരു ഹൈ വോളിയത്തിലാണ് അത് നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ടാറ്റ സ്റ്റീലിൻ്റെ പ്രൈസ് കാണാൻ കഴിയും 161 എന്ന ലെവലിലാണ്. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനിൽ 3.78% അപ്സൈഡ് ഈ സ്റ്റോക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് ഗോൾഡൻ ക്രോസ് ഓവർ നടന്നത് അൾട്രാടെക് സിമെൻറ്റിലാണ്. അവിടെ കഴിഞ്ഞ മെയ് 19-ാം തീയതി 11,360 എന്ന ലെവലിലാണ് ഗോൾഡൻ ക്രോസ് ഓവർ നടന്നത്. പക്ഷെ അവിടെ വോളിയം വളരെ വീക്കായിരുന്നു. 1,28,000 ഒരു വോളിയം മാത്രമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. നിലവിൽ ഇതിൻ്റെ പ്രൈസ് 11,660 അപ്പോൾ കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സിൽ കാര്യമായ മൂവ് ഈ സ്റ്റോക്കിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ആണ്. ഇവിടെയും ഗോൾഡൻ ക്രോസ് ഓവർ മെയ് 16-ാം തീയതി നടന്നിട്ടുണ്ട്. 1056 എന്നുള്ള പ്രൈസ് ലെവലിലാണ് ആ ഗോൾഡൻ ക്രോസ് ഓവർ നടന്നിട്ടുള്ളത്. എന്നത് 1.34 മില്യൺ ഷെയർസിൻ്റെ ഒരു വോളിയം ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോക്ക് കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 1% അപ്പ് ആയതായിട്ട് കാണാം. എങ്കിലും വലിയൊരു മൂവ് ഈ സ്റ്റോക്കിൽ നടന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. മറ്റൊരു സ്റ്റോക്ക് ഗ്രാസിം ഇൻഡസ്ട്രീസ് ആണ്. ഇതിൻ്റെ ഗോൾഡൻ ക്രോസ് ഓവർ നടന്നത് മെയ് 16-ാം തീയതിയാണ്. അന്ന് 2,597 എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ് ഇത് നടന്നത്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള 700Kയുടെ ഒരു വോളിയം നമുക്ക് അവിടെ കാണാൻ പറ്റും. 2,703 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇപ്പോൾ ഇത് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സിൽ 1% ഡൗൺ ആയിട്ടാണ് ഇത് ട്രേഡ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് സരിഗമ ഇന്ത്യ എന്നൊരു സ്റ്റോക്കാണ്. ഇത് ഗോൾഡൻ ക്രോസ് ഓവർ നടന്നത് മെയ് 16-ാം തീയതിയാണ്. 517 എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ് ഗോൾഡൻ ക്രോസ് ഓവർ നടന്നത്. നല്ല വോളിയത്തിൽ തന്നെയാണ് ഗോൾഡൻ ക്രോസ് ഓവർ ഉണ്ടായിട്ടുള്ളത്. 536 എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ് ഇപ്പോൾ ഇത് കാണുക. കഴിഞ്ഞ 5 ഡേയ്സിൽ 2.52% ഡൗൺ ആയിട്ടാണ് ഈ സ്റ്റോക്ക് നമ്മൾ കാണുന്നത്. എന്തായാലും ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബൈ ചെയ്യാനുള്ള ഷുവർട്ടി നൽകുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് പറയാൻ കഴിയില്ല. അതിൻ്റെ മറ്റ് ഇൻഡിക്കേറ്ററുകളും മറ്റ് ഫണ്ടമെൻ്റൽസും മാനേജ്മെൻറ്റും ബിസിനസ്സും ഒക്കെ നോക്കിക്കൊണ്ട് മാത്രമേ നമുക്കൊരു ബൈ ഡിസിഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇതൊരു സൂചന മാത്രം നൽകിയെന്ന് മാത്രം. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വന്നാൽ നമുക്കറിയാം കഴിഞ്ഞ 2024 93 സ്റ്റോക്കുകളാണ് പുതുതായിട്ട് IPO വഴി ലിസ്റ്റ് ചെയ്തത്. ഞാൻ പറയുന്നത് മെയിൻ ബോർഡ് IPOകൾ, അതല്ലാതെ SME IPOകൾ ധാരാളമായിട്ട് വേറെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മെയിൻ ബോർഡ് IPOകളിൽ 93 സ്റ്റോക്കുകൾ ലിസ്റ്റ് ചെയ്തപ്പോൾ അത് 2023 ലിസ്റ്റ് ചെയ്ത 60 IPO ലിസ്റ്റിങ്ങിനേക്കാൾ 50% കൂടുതലാണ് നടന്നത്. ഇപ്പോൾ 2023 2024 കമ്പയർ ചെയ്യുമ്പോൾ വമ്പിച്ചൊരു ജമ്പാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ വർഷം നമ്മൾ കാണുന്നത് 2025 നമ്മൾ കാണുന്നത് ഇതുവരെ 15 സ്റ്റോക്കുകൾ മാത്രമാണ് IPO വഴി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 6 മാസങ്ങളോളം കഴിയാൻ പോവുകയാണ്. അപ്പോഴാണ് വെറും 15 സ്റ്റോക്കുകൾ മാത്രമാണ് മെയിൻ ബോർഡ് IPO വഴി ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ IPOയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ഒരു അട്രാക്ഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ കുറഞ്ഞു വരുന്നതിൻ്റെ ധാരാളം കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം നമ്മുടെ മാർക്കറ്റിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ റേഞ്ച് ബോണ്ട് മാർക്കറ്റ് അല്ലെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇത്തരത്തിലുള്ള IPOയിലുള്ള വീക്ക്നെസ് വരാൻ കാരണം. പല കമ്പനികളും അവരുടെ IPO നീട്ടിവെക്കുന്നത് കാണാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ബുൾ മാർക്കറ്റിൽ മാത്രമേ IPO വലിയ തോതിൽ ഓവർ സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ. അപ്പോഴാണ് ആ IPO ഇഷ്യൂ ചെയ്യുന്ന കമ്പനികൾക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുക. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഈ 2025 ലിസ്റ്റ് ചെയ്ത 15 മെയിൻ ബോർഡ് IPOകളിൽ വെറും 5 IPOകൾ മാത്രമാണ് ലിസ്റ്റിംഗ് ഗെയിൻ നേടിയത്. നമുക്കറിയാം പൊതുവെ IPO ലിസ്റ്റിങ്ങിൻ്റെ സമയത്ത് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് IPO ലഭിക്കാറില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, IPO ലഭിക്കുന്ന അവസ്ഥയാണുള്ളത്. ഇപ്പോൾ നമുക്ക് നിലവിൽ മാർക്കറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കാരണം പുതിയ കുറേ IPOകൾ വന്നതായിട്ട് കാണാം. അതിൽ 5ഓളം IPOകൾ നിലവിലിപ്പോൾ ഇഷ്യൂ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ ബൊറാന വീവ്സ്, ബെൽറൈസ് ഇൻഡസ്ട്രീസ്, ഏജീസ്, വോപാക് ടെർമിനൽസ് ലിമിറ്റഡ്, സോളോസ് ബാംഗ്ലൂർ ലിമിറ്റഡ്, പ്രോസ്റ്റാം ഇൻഫോ സിസ്റ്റംസ്, ഇങ്ങനെ 5 IPOകളാണ് നിലവിൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ കാണുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു IPO എന്ന് പറയുന്നത് ലീല ഗ്രൂപ്പിൻ്റെ അഥവാ സോളോസ് ബാംഗ്ലൂരിൻ്റെ IPO ആണ്. അത് 26-ാം തീയതിയാണ് ഇഷ്യൂ ഓപ്പൺ ചെയ്യുന്നത്. അത് ക്ലോസ് ചെയ്യാൻ പോകുന്നത് 28 മെയ്യിലായിരിക്കും. അപ്പോൾ ലീല ഗ്രൂപ്പിൻ്റെ ഈ ഒരു IPOയുടെ ഒരു പ്രൈസ് ബാൻഡ് നമ്മൾ കാണുന്നത് 413,
35 എന്നീ ലെവലുകളിലാണ്. അപ്പോൾ ഏകദേശം 3500 കോടിയുടെ ഒരു IPO ആണിത്. അപ്പോൾ അതിൽ 2500 ഫ്രഷ് ഇഷ്യൂവും 1000 കോടിയുടെ ഓഫർ ഫോർ സെയിലും അടങ്ങിയിട്ടുള്ള 3500 കോടിയുടെ IPO ആണിത്. 5000 കോടിയുടെ ഒരു IPO ചെയ്യാൻ ഉദ്ദേശിച്ച ഇവർ ഇതിപ്പോൾ കുറച്ചിട്ട് 3500 കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ലീല ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത, ഇത് കേരളവുമായിട്ട് ബന്ധമുള്ള ഒരു IPO ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ലീല ഗ്രൂപ്പിൻ്റെ ഓണർ ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ ഒരു മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പിലുണ്ടായിരുന്ന ഒരു ഹോട്ടൽ ചെയിൻ ആയിരുന്നു ഇത്. അപ്പോൾ നിലവിൽ ഓപ്പൺ ആയിട്ടുള്ള IPOകളിൽ ഏറ്റവും അധികം ഇഷ്യൂ സൈസുള്ള ഒരു IPO ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാലും ഈ വിഷയമാണ് നിങ്ങളുമായിട്ട് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പങ്കുവെക്കാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.